വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ കേരള സ്റ്റോറി 2-ന്റെ റിലീസ് കേരള ഹൈക്കോടതി തടഞ്ഞു. 15 ദിവസത്തേക്കാണ് ചിത്രത്തിന്റെ റിലീസിന് കോടതി സ്റ്റേ ഏർപ്പെടുത്തിയത്. ഫെബ്രുവരി 27-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കെയാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് നിർണായകമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സിനിമയുടെ ഉള്ളടക്കത്തിലും ടൈറ്റിലും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളുണ്ടെന്ന ഹർജിക്കാരുടെ വാദം പരിഗണിച്ചാണ് കോടതി നടപടി. സിനിമ ഒരു കലാരൂപമാണെന്നും അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് താൽപര്യമില്ലെന്നും വ്യക്തമാക്കിയ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് എന്നാൽ സിനിമയിലെ അവകാശവാദങ്ങൾ പ്രശ്നകരമാണെന്ന് ചൂണ്ടിക്കാട്ടി. ചിത്രം യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ളതാണെന്ന് നിർമ്മാതാക്കളുടെ അവകാശവാദം ശരിയല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇത്തരം പ്രസ്താവനകൾ കേരളത്തിന്റെ പൊതുവായ പ്രതിച്ഛായയെ മോശമായി ബാധിക്കുമെന്നും കോടതി വിലയിരുത്തി. സിനിമയുടെ ടീസറിലെ ഉള്ളടക്കം പ്രകോപനപരമാണെന്ന് ഹർജിക്കാരന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് മൈത്രേയ് സച്ചിദാനന്ദ ഹെഡ്ഗെ വാദിച്ചു. എന്നാൽ ടീസറിലെ വിവാദ ഭാഗങ്ങൾ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു നിർമ്മാതാക്കളുടെ മറുപടി. എങ്കിലും വസ്തുതകൾ കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. നേരത്തെ പുറത്തിറങ്ങിയ കേരള സ്റ്റോറി എന്ന സിനിമയും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമായി എത്തുന്ന ഈ ചിത്രത്തിനെതിരെയും വ്യാപകമായ പ്രതിഷേധമാണ് വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഉയരുന്നത്. സിനിമ കേരളത്തെ മോശമായി ചിത്രീകരിക്കുന്നുവെന്നും സാമൂഹിക ഐക്യം തകർക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് പ്രധാന ആരോപണം. റിലീസിന് തൊട്ടു മുൻപേയുള്ള ഈ സ്റ്റേ ഉത്തരവ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. വൻ തുക മുടക്കി പ്രചാരണം നടത്തിവന്ന ചിത്രത്തിന്റെ പ്രദർശനം ഇതോടെ അനിശ്ചിതത്വത്തിലായി. കേസ് വീണ്ടും പരിഗണിക്കുന്നതുവരെ റിലീസ് നീണ്ടുപോകും. ചിത്രത്തിലെ വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യണമോ അതോ പ്രദർശനാനുമതി പൂർണ്ണമായി നിഷേധിക്കണമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. നിലവിൽ കോടതി ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ താൽക്കാലിക വിലക്ക് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.